ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എറണാകുളം സ്റ്റൈൽ മീൻകറിയാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് മീൻ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂരയാണ്. ഇതൊരു 1/2 കിലോ ഉണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് പുളി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടില്ല. ഉള്ളി വേണം, ഉള്ളി ഓൺ ദ വേ ആണ്. അപ്പം ഞാൻ പറഞ്ഞു തന്നത് ചെറിയുള്ളി ഓർഡർ ചെയ്തിട്ട്, ചെറിയുള്ളി എത്തപ്പോഴാണ് ഓർഡർ ചെയ്തത്. നമുക്ക് കിട്ടിയത് 1 കിലോ സവാളയായിരുന്നു. ഞാനത് കൊടുത്തു വിട്ടു. പിന്നെ ചെറിയുള്ളിക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പഴം കൊണ്ടുപോയി റൂമിൽ വെക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ചൂര നല്ല വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. കറി നിറയെ അങ്ങോട്ടും ഇങ്ങോട്ടും തെരപ്പര നടക്കുന്നു. കാരണം ചെറിയുള്ളി ഇല്ല. അത് വന്നാലാണ് നമുക്ക് മീൻകറിയിലേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഗൈസ്, ചെറിയുള്ളി കിട്ടി. ഇതാണ് എൻ്റെ ചെറിയുള്ളി. ഇത് വെച്ചിട്ടാണ് നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് മീൻകറി ടേസ്റ്റ് കൊടുക്കുന്ന ചെറിയുള്ളി. ഓക്കെ, ഞാനിവിടെ വേപ്പില എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു കുഞ്ഞു കഷ്ണം, കുഞ്ഞു. പിന്നെ കുറച്ച് വെളുത്തുള്ളി. നമ്മുടെ ഉള്ളി അരിയണം. നമ്മളിവിടെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, അത്ര സാധനം എടുത്തേക്കണം. അപ്പോൾ നമുക്ക് ചതച്ചെടുക്കണമെങ്കിൽ ചതച്ചെടുക്കുക. വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി നമ്മുടെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിവിടെ ചതയ്ക്കാൻ സാധനം ഇല്ലാത്തതുകൊണ്ട് അരിയാണ് ചെയ്യണത്. എല്ലാ സാധനങ്ങളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, വേപ്പില, ഇഞ്ചി. ഇതിനിവിടെ കുറച്ച് മീൻ ഇറക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ചട്ടി ചൂടാവാനായിട്ട് വെച്ചിരിക്കണം. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചുവന്നുള്ളി, വേപ്പില, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റുകയാണ്. ഇത് നന്നായിട്ട് വഴരണം. ഇത് വഴന്ന് നല്ലൊരു സ്മെല്ല് വരും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഉള്ളി വന്നതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല എല്ലാം ഇട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് മസാല കിട്ടും. വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു ഇതിലാണ് നമുക്ക് കിട്ടുക. ഇനി അത് തിളയ്ക്കണം. തിളച്ചിട്ട് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ കുറച്ച് മീൻ എടുത്തിട്ടുള്ളൂ, ഇറക്കി വെച്ചിട്ടുണ്ട്. മീൻ കറി തിളച്ച് വരുന്നു. ഇത് മീൻ വറക്കാനായിട്ട് വെളിച്ചെണ്ണ ചേർന്നു. നമ്മുടെ മീൻകറിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്.